തിരുവനന്തപുരം വർക്കലയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണു. ബസ് കാത്തിരുന്ന വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു. വർക്കല നഗരസഭ നിർമ്മിച്ചതാണ് കാത്തിരിപ്പ് കേന്ദ്രം. വിവരങ്ങളുമായി സിജോ വി ജോൺ ഉണ്ട്. സിജോ, എന്താണ് ഈ കാത്തിരിപ്പ് കേന്ദ്രം തകരാനുള്ള കാരണം? ഇതൊരു പഴക്കം ചെന്നതായിരുന്നു? സിജോ, കേൾക്കാമോ? കേൾക്കാമെങ്കിൽ എന്താണ് ഈ കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീഴാനുള്ള കാരണം? ഇതൊരു പഴക്കം ചെന്നൊരു നിർമ്മിതിയായിരുന്നു? വളരെ കാലപ്പഴക്കമുള്ള ഒരു നിർമ്മിതിയായിരുന്നു. 10 വർഷത്തിലധികമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് ഇങ്ങനെ അപകടാവസ്ഥയിലാണെന്നുള്ള ഒരു കാര്യം ഇവര് നഗരസഭ ആളുകളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ഇത് ഈ ശക്തമായ കാറ്റടിച്ചപ്പോൾ ഇത് ഇളകുന്നുണ്ടെന്നുള്ള കാര്യം ഈ വിദ്യാർത്ഥികളാണ് ആദ്യം സ്കൂൾ അധികൃതരെ അറിയിക്കുന്നത്. അതിനുശേഷം ഈ സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ ആളുകളെ അറിയിച്ചെങ്കിലും കാര്യത്തിൽ കാര്യമായ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ആരോപണം. എന്തായാലും ഈ സ്കൂൾ വിടുന്നതിന് തൊട്ട് മുമ്പായിരുന്നു വർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നത്. ആ സ്കൂൾ വിടുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഇത്തരത്തിൽ ഇത് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ സമയത്ത് കുറച്ച് കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സ്കൂൾ വിട്ടതിന് ശേഷമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത് അപകടമൊക്കെ കൂടുതൽ ആർക്കെങ്കിലും പരിക്കേക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തേനെ. ഇത് ചെരിഞ്ഞു വീഴുന്ന ഉടനെ തന്നെ അവിടെ നിന്ന കുട്ടികൾ അവിടെ നിന്ന് പെട്ടെന്ന് മാറി. അതുകൊണ്ടാണ് അങ്ങനെ വലിയ അപകടങ്ങളിലോട്ട് പോകാത്തത്. അത് നിലം പതിച്ചില്ല, അങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. മറിച്ച് അത് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും കുട്ടികൾ അധികം ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ ഒരു അപകടത്തിലേക്ക് പോയേനെ. എന്തായാലും അധികൃതരുടെ ഭാഗത്ത് ഈ കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു ആരോപണമാണ് സ്കൂൾ അധികൃതരും അതോടൊപ്പം തന്നെ കുട്ടികളും ഉന്നയിക്കുന്നത്. ശരി, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.